വെൽക്കം ടു ദ ന്യൂ വീഡിയോ ലെക്ചർ ഓഫ് ജിയോളജി. നമ്മൾ ജിയോളജിയിൽ മോഡ്യൂൾ 1 ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ മോഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ. നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് മോഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വെതറിംഗ് ആണ്. വെതറിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈസിയാണ്, വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഈസി ടോപ്പിക്കാണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു പോർഷനാണ് വെതറിംഗ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. സോയിൽ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത്. അതായത് എർത്തിൻ്റെ ക്രസ്റ്റിലുള്ള റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡീക്കേ ചെയ്യുക അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഫിസിക്കൽ ഓർ കെമിക്കൽ ഏജൻസീസ്. എന്നിട്ട് അത് സ്മോൾ പാർട്ടിക്കിൾസ് ആകുന്ന പ്രോസസ്സാണ് വെതറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വെതറിങ്ങിൻ്റെ ബൈ പ്രോഡക്റ്റ് പാരന്റ് റോക്കിൻ്റെ അടുത്ത് തന്നെയായിരിക്കും കിടക്കുന്നത്. ഓക്കെ, പാരന്റ് റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെയിൻ റോക്ക് ഉണ്ടായിരിക്കും. ആ റോക്കിനായിരിക്കും വെതറിങ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ വെതറിങ് സംഭവിച്ചിട്ടുണ്ടാകുന്ന സെഡിമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏത് റോക്കിൽ നിന്നാണോ സംഭവിച്ചത് ആ റോക്കിൻ്റെ അടുത്ത് തന്നെയായിരിക്കും കിടക്കുന്നത്. അൺലെസ് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഏജൻറ്റ് അതിനെ റിമൂവ് ചെയ്യുന്നത് വരെ അത് അവിടെയായിരിക്കും ഇരിക്കുന്നത്. അതായത് ഡിസ്പ്ലേസ് ആവുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വെറുതെ ഒരു റോക്ക് പൊടിച്ച് പോകത്തില്ലല്ലോ. സോ അവിടെ എന്തെങ്കിലും ഫിസിക്കൽ ഒരു കെമിക്കൽ ഏജൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഈ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നത്. അപ്പോൾ സോയിൽ ഫോർമേഷൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് വെതറിംഗ് ആണ്. വെതറിംഗ് എന്ന് പറഞ്ഞാൽ സോയിൽ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ആർക്കിടെക്ട്സ് ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു റോക്ക് ആയിരുന്നു. ആക്ച്വലി എത്രയോ വർഷം മുമ്പ് ഇതൊരു റോക്ക് ആയിരുന്നു. വെതറിംഗ് സംഭവിച്ച് ഇതിപ്പോൾ കാണുന്ന സ്റ്റേറ്റിൽ എത്തിയതാണ്. ഇപ്പം നേച്ചേഴ്സ് ആർക്കിടെക്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, നേച്ചറിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഓരോന്നും സംഭവിച്ചിട്ടാണ് നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോഴും വെതറിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആവാം. കുറേ നാൾ കഴിയുമ്പോൾ ഈ സ്ട്രക്ചേഴ്സ് ഒന്നും ഇവിടെ ഇതുപോലെ കാണത്തും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ പല പല കാര്യങ്ങളും നമുക്ക് നേച്ചറിൽ വെതറിംഗ് സംഭവിച്ച് ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വെതറിങ്ങിന് രണ്ട് ടൈപ്പാണ്. അതായത് വെതറിംഗ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നതിൻ്റെ ബേസിസിൽ വെതറിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറയും, പിന്നെ ഒന്ന് കെമിക്കൽ വെതറിംഗ് എന്നും പറയും. നമുക്ക് ഫിസിക്കൽ വെതറിംഗ് എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ ഫാക്ടേഴ്സ് വഴി റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ആകുന്നതാണ് ഫിസിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ, വിൻഡ്, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഓർഗാനിക് ആക്ടിവിറ്റീസ്, ഇതിനെയൊക്കെയാണ് ഫിസിക്കൽ ഏജൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ വെതറിംഗ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സെഡിമെൻറ്റ്സ്, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയാണ് സെഡിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സെഡിമെൻറ്റ്സിന് പാരന്റ് റോക്കിൻ്റെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അതായത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ആയാലും കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക് ആയാലും സെയിം ആയിരിക്കും. അവിടെ ഓൾട്ടർനേഷൻസ് ഒന്നും സംഭവിക്കില്ല. നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എക്സാമ്പിളായിട്ട് എടുക്കാം. അതായത് ഫിസിക്കൽ വെതറിംഗ് വഴി എക്സ്പ്ലോയിറ്റഡ് ആകുന്ന ക്രാക്സിൽ കെമിക്കൽ ആക്ഷൻ നടക്കാനുള്ള സർഫസ് ഏരിയ അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ക്രാക്സിലെ കെമിക്കൽ ആക്ഷൻ ഡിസിൻറ്റഗ്രേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഈ ക്രാക്സിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ അവിടെ കെമിക്കൽ ആക്ഷൻ നടക്കും, അത് ഡിസിൻറ്റഗ്രേഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. നമുക്ക് മെക്കാനിക്കൽ വെതറിങ്ങിൻ്റെ ഏജൻസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വെതറിങ് ഏജൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ടെമ്പറേച്ചർ, പ്രഷർ, ഓർഗാനിക് ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫ്രോസ്റ്റ് ആക്ഷൻ. ഓക്കെ, ആദ്യം ഫ്രോസ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ബെഡ് റോക്കിൽ ചെറിയ ചെറിയ ക്രാക്ക് അല്ലെങ്കിൽ വോയിഡ്സ് കാണും. ഈ വോയിഡ്സിൽ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ, മഴ പെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ വെള്ളം നിറയും. യൂഷ്വലി രാത്രിയാകുമ്പോൾ കമ്പാരിറ്റീവ്ലി ടെമ്പറേച്ചർ കുറയും. ഈവൻ ഡെസേർട്ടിലായാലും ഡേ ടൈമിനേക്കാളും രാത്രി ആകുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ രാത്രി സമയത്ത് ഈ വോയിഡ്സിലെ വാട്ടർ ഐസ് ആകാൻ തുടങ്ങും. ഓക്കെ, രാത്രിയാകുമ്പോൾ ടെമ്പറേച്ചർ കുറയും, അതായത് തണുപ്പ് വരുന്നതുകൊണ്ട് ഈ വോയിഡ്സിലെ വാട്ടർ ഐസ് ആകാൻ തുടങ്ങും.
അപ്പോൾ വാട്ടറിനേക്കാളും ഐസിന് വോളിയം കൂടുതലായതുകൊണ്ട് ക്രാക്ക് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇനിയും വാട്ടർ അക്കോമഡേറ്റ് ചെയ്യാൻ അതിൻ്റെ അകത്ത് കഴിയും. അതായത് ഐസായി കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ അകത്ത് ഇനിയും വാട്ടർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ ക്രാക്സ് ബ്രേക്ക് ആകും. അതായത് റോക്സ് ബ്രേക്ക് ആകും. അപ്പോൾ ഡേ ടൈമിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഐസ് മെൽറ്റ് ആകും. സോ ഈ ഫ്രീസിങ് ആൻഡ് തോയിങ് ആക്ഷൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അപ്പോൾ ഈ ക്രാക്കിൽ എന്താണ്? ഇൻറ്റേർണൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയിട്ട്, ഇത് ഒരു ദിവസം കൊണ്ടല്ല ഇത് ഉണ്ടാകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്രീസിങ് തോയിങ് ആക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ നടക്കുമ്പോൾ എന്താണ്? അവിടെ ഒരു ഇൻറ്റേർണൽ സ്ട്രെസ് ഡെവലപ്പ് ആവും. അങ്ങനെ ഇവൻച്വലി റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. ഇതാണ് ഫ്രോസ്റ്റ് ആക്ഷനിൽ നടക്കുന്നത്. പിന്നെ ഇത് ടെമ്പറേച്ചർ കൊണ്ടാകുന്ന ആക്ഷനാണ്. അത് നേരത്തെ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ പറഞ്ഞില്ല. ഓക്കെ, ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ, നോക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ആദ്യം ക്രാക്സിൽ വാട്ടർ ഫില്ലാവുന്നുണ്ട്, അത് കഴിഞ്ഞ് അവിടെ ഫ്രീസ് ആവും. ഫ്രീസ് ആകുമ്പോൾ എന്താണ്? എക്സ്പാൻഡ് ആയിട്ടില്ല, ക്രാക്ക് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എക്സ്പാൻഡായി ലാസ്റ്റ് ബ്രേക്ക് ആവും, റോക്ക് ബ്രേക്ക് ആവും. അതാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഫിഗറിൽ നോക്കി നമുക്ക് ഈസി ആയിട്ട് സംഭവം മനസ്സിലാവും. ഫിഗർ വരയ്ക്കാനും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇനി എന്താണ് എക്സുഡേഷൻ? എക്സുഡേഷൻ എന്ന് വെച്ചാൽ ഈ കോസ്റ്റൽ ഏരിയാസിൽ വാട്ടറിൽ സോൾട്ട് കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ക്രാക്സ് എന്താണ്? ക്രാക്സിൻ്റെ അകത്തും വെള്ളം കയറുമല്ലോ, ക്രാക്സിലും വെള്ളം കയറും. അപ്പോൾ ഈ ക്രാക്സിൽ കയറുന്ന വെള്ളത്തിൻ്റെ അകത്തും സോൾട്ട് കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. ഇത് ഇവോപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ്? അവിടെ സോൾട്ട് ബാക്കി വരും. അതായത് വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സോൾട്ട് ക്രിസ്റ്റൽസ് ഈ ക്രാക്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ വോയിഡ്സിൻ്റെ അകത്ത് ബാക്കി ഉണ്ടായിരിക്കും. സോ സോൾട്ട് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കൊറോസീവ് ആക്ഷൻ ഉണ്ടാകും. സോ സോൾട്ട് കണ്ടൻറ്റ് ഇതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് കൊറോസീവ് ആക്ഷൻ അവിടെ നടക്കും. സോ അത് ഡിസിൻറ്റഗ്രേഷൻ ആക്സിലറേറ്റ് ചെയ്യും. അപ്പോൾ ഈ സോൾട്ടിൻ്റെ പ്രസൻസ് കാരണം ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എക്സുഡേഷൻ എന്ന് പറയുന്നത്. വിച്ച് ഈസ് സിമിലർ ടു ഫ്രോസ്റ്റ് ആക്ഷൻ. ഫ്രോസ്റ്റ് ആക്ഷൻ പോലെ തന്നെയാണ് സോൾട്ട് ക്രിസ്റ്റൽസും കൂടെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഡേ ടൈമിൽ വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും, സോൾട്ട് കണ്ടൻറ്റ് അവിടെ തന്നെ കാണും. രാത്രിയാകുമ്പോൾ ക്രിസ്റ്റൽ ഫോർമേഷൻ നടക്കും, അപ്പോൾ ക്രാക്ക് എക്സ്പാൻഡ് ചെയ്യും. സെയിം പ്രോസസ്സാണ് എന്താണ് ഫ്രോസ്റ്റ് ആക്ഷൻ പോലെ സെയിം പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും ഇതുപോലെയാണ് ക്രാക്സും സംഭവങ്ങളും ഫോർമേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനിയെന്ന് പറഞ്ഞാൽ തേർമൽ എഫക്റ്റ്. തേർമൽ എഫക്റ്റ് സിമ്പിളാണ്. അതായത് ഇതിന് ഇൻസൊലേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, ഡെസേർട്ട് റീജിയനിലൊക്കെയാണ് ഇത് നടക്കുന്നത്. അവിടെയൊക്കെ ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ടെമ്പറേച്ചർ വേരിയേഷൻസ് എന്താണ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം രാവിലെ ചൂട് കാരണം എന്താണ് ക്രാക്ക് എക്സ്പാൻഡ് ആവും. രാത്രിയാണെങ്കിലോ തണുപ്പ് കാരണം അത് കോൺട്രാക്ട് ചെയ്യും. സോ ഈ കണ്ടിന്യൂസ് കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ കാരണം തേർമൽ സ്ട്രെസ് അതിൻ്റെ അത് ഇൻഡ്യൂസ് ചെയ്യും. ഈ ക്രാക്സിൽ രാവിലെ ചൂടായിരിക്കും, ചൂടാകുമ്പോൾ എന്താണ് അത് എക്സ്പാൻഡ് ചെയ്യും, രാത്രിയാകുമ്പോൾ തണുക്കും, അപ്പോൾ അതെന്താ ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. സോ ഈ കണ്ടിന്യൂസ് ഇത് കാരണം എന്താണ് അവിടെ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. സോ ഗ്രാജുവലി അവിടെ റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. എക്സ്ഫോളിയേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമുക്കത് കേട്ടിട്ടുള്ള വേർഡാണ്, നമുക്കത് അറിയാം എന്താണെന്ന്. സോ ഇവിടെ എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്, പീൽ ഓഫ് പ്രോസസ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഈ ഫിസിക്കൽ ഏജൻറ്റിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ്? സർഫസിലായിരിക്കും. ഒരു റോക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഫിസിക്കൽ ഏജൻസിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അത് അഫക്റ്റ് ചെയ്യുന്നത് മെയിൻലി സർഫസിലായിരിക്കും. സോ ടോപ്പ് ലെയറിൽ കണ്ടിന്യൂസ് ആക്ഷൻ കാരണം ഡിസിൻറ്റഗ്രേഷൻ നടക്കും. ഹാർഡ് റോക്കൊക്കെ ആണെങ്കിൽ ടെമ്പറേച്ചറും സ്ട്രെസ്സും ഡെപ്തിലോട്ട് പോകത്തില്ല, അത് ഈ സർഫസിലായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സർഫസിലെ ലെയർ ഇളകി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എഫക്റ്റ് ചെയ്യുമ്പോൾ സർഫസ് ലെയർ അങ്ങ് ഇളകി പോവുകയാണ് ചെയ്യുന്നത്. ഈ ടോപ്പ് ലെയർ എക്സ്പോസ്ഡ് ആകും തോറും കെമിക്കൽ ആക്ഷൻ അവിടെ നടക്കും. സോ ഡിസിൻറ്റഗ്രേഷൻ ആക്സിലറേറ്റ് ചെയ്യും അത്. അപ്പോൾ റോക്സിൻ്റെ എൻഡ് സർഫസ് കേർവ്ഡ് സർഫസ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, എക്സ്ഫോളിയേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, റോക്കിൻ്റെ പുറത്തുനിന്ന് അതിൻ്റെ ലെയർ, അതായത് അതിൻ്റെ മുകളിലുള്ള ടോപ്പ് സർഫസ് അങ്ങനെ ഇളകി പോകുന്നതിനെയാണ് എന്താണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ എക്സ്ഫോളിയേഷൻ
എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫിഗർ നോക്കി എക്സ്ഫോളിയേഷൻ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രഷർ കൊണ്ടുണ്ടാകുന്നതെന്ന് വെച്ചാൽ അൺലോഡിങ് അല്ലെങ്കിൽ പ്രഷർ റിലീസ് എന്ന് പറയും. അൺലോഡിങ് എന്താണെന്ന് വെച്ചാൽ സ്ട്രാറ്റിഫൈഡ് റോക്സിലാണ് അൺലോഡിങ് പ്രോസസ്സ് കാണുന്നത്. സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നാൽ എന്താണ്? ഈ ലെയേർഡ് റോക്സിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പ് ലെയറിൻ്റെ പ്രഷർ കാരണം ബോട്ടം ലെയർ സ്ട്രെസ്ഡ് ആവും, ലൈക്ക് കംപ്രസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ മുകളിലുള്ള ഓരോ ലെയറും താഴോട്ട് കൊടുക്കുന്ന പ്രഷർ കാരണം ഏറ്റവും അടിയിലുള്ള ഏറ്റവും ബോട്ടം ലെയർ എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ ടോപ്പ് ലെയർ ആയിരിക്കും വെതറിങ് നടക്കുന്നത്. അത് ഓബിയസ്ലി നമുക്കറിയാമല്ലോ, ടോപ്പ് ലെയർ ആയിരിക്കും എന്താണ് വെതറിങ് നടക്കുന്നത്. അപ്പോൾ ഗ്രാജ്വലി വെതറിങ് നടന്ന് ടോപ്പ് ലെയർ അങ്ങ് റിമൂവ് ആയി പോകും. അപ്പോൾ ടോപ്പ് ലെയർ റിമൂവ് ആകുന്നതനുസരിച്ച് ബോട്ടം ലെയറിൽ എന്താണ് സ്ട്രെസ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. മുകളിലത്തെ ലെയർ പോകുന്തോറും ഏറ്റവും അടിയിൽ സ്ട്രെസ്ഡ് ആയിട്ട്, അതായത് കംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ലെയറിൽ എന്താണ് സ്ട്രെസ്സ് കുറഞ്ഞു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇത്രയും നാൾ കംപ്രസ്ഡ് ആയിട്ടിരുന്നത് കൊണ്ട് ബോട്ടം ലെയറിൽ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. എന്ന് വെച്ചാൽ അത്രയും നാളെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ബോട്ടം ലെയർ എന്ന് പറയുന്നത് താഴോട്ട് കംപ്രസ്ഡ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഈ മുകളിൽ എന്താണ് വെതറിങ് നടന്ന് ഈ സംഭവം മുകളിലത്തെ ലെയർ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും തോറും താഴെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി, പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി അവിടെ കൂടുതലായിരിക്കും. സോ അവിടെ പാരലായിട്ട് അവിടെ ഈ ക്രാക്സ് ഉണ്ടാകും. സോ ഡിസിൻറ്റഗ്രേഷൻ അങ്ങനെയാണ്, അവിടെ പാരലായിട്ട് ക്രാക്സ് ഉണ്ടായി പെട്ടെന്ന് ഡിസിൻറ്റഗ്രേഷൻ നടക്കും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ അൺലോഡിങ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് മനസ്സിലാകാൻ ഈ ഫിഗർ നോക്കിയാൽ മതി. ഇതിപ്പോൾ അണ്ടർ സ്ട്രെസ്സിലുള്ളൊരു റോക്ക് മാസാണ്, അതായത് ബോട്ടം ലെയറും ഉണ്ട്, അതുപോലെ ടോപ്പ് ലെയറും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മുകളിലത്തെ ലെയർ അവിടെ നിന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ സ്ട്രെസ് അവിടെ റിലീവ് ചെയ്യുകയാണ്. ഓക്കെ, അൺലോഡിങ് കാരണം വരണം, അതായത് മുകളിൽ ഒന്നുമില്ല, മുകളിലത്തെ ലെയർ എല്ലാം വെതറിങ് കാരണം പോയി കഴിഞ്ഞു. താഴെ പാരലൽ ക്രാക്സ് അവിടെ വീണിട്ടുണ്ട്, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ടോപ്പ് ലെയർ ഒന്നും അവിടെ ഇല്ല, ബോട്ടം ലെയർ എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ എന്താണ് വെതറിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി ഓർഗാനിക് ആക്ടിവിറ്റി. ഓക്കെ, ഓർഗാനിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൻ്റെയൊക്കെ, അതായത് പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് ഈ റോക്സിൻ്റെ ഉള്ളിലൂടെ ഗ്രോ ചെയ്യും. നമ്മൾ ഗ്രോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, റോക്സിൻ്റെ ഉള്ളിലൂടെയൊക്കെ പ്ലാന്റ്സ് ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഗ്രോ ചെയ്യുമ്പോൾ അവിടെ പ്രഷർ എക്സേർട്ടഡ് ആവും. സോ അവിടെ ക്രാക്ക് വരും. ആൻഡ് വാട്ടറും കെമിക്കലും ഇൻഫിൽട്രേറ്റ്, അതായത് പുറത്തുള്ള വാട്ടർ അല്ലെങ്കിൽ കെമിക്കൽസൊക്കെ ആ ക്രാക്കിൻ്റെ ഇടയിൽ കൂടെ ഇൻഫിൽട്രേറ്റ് ചെയ്യാനും തുടങ്ങും. സോ അവിടെ ഫിസിക്കൽ ആസ് വെൽ ആസ് ഒരു കെമിക്കൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. സോ അതിനെയാണ് ഓർഗാനിക് ആക്ടിവിറ്റി, അങ്ങനെയാണ് നടക്കുന്നത്. സോ അപ്പോൾ താങ്ക് യു. ഇന്നത്തെ വീഡിയോയിൽ വെതറിങ് ആണ് പറഞ്ഞത്, ഫിസിക്കൽ വെതറിങ് ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കെമിക്കൽ വെതറിങ് എങ്ങനെയാണെന്ന് നോക്കാം. പറഞ്ഞെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പിന്നെ ഈസിയാണ്. സോ നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.